ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ യാത്ര രാവിലെ ആരംഭിച്ചു. അപ്പം കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ വിഷ്ണു പ്രകാശ് ജി പറയും. ഹായ്, നമസ്കാരം. ഇന്നലെ പറഞ്ഞാൽ മറന്നില്ലല്ലോ. ഇതാ ഞങ്ങൾ യാത്രയിലാണ്, 6 പേരുണ്ട്. ഞങ്ങൾ ജ്യോതിർലിംഗം കാണാനായിട്ട് മോഹിച്ചങ്ങനെ വശായി യാത്ര തുടരുകയാണ്. ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഞങ്ങളുടെ അഭിപ്രായം പറയും. എല്ലാ ദിവസവും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. മറന്നില്ലല്ലോ. നമസ്കാരം, എൻ്റെ പേര് ദാമോദരൻ പിള്ള. ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. ഞങ്ങൾ ഇങ്ങനെ ജ്യോതിർലിംഗം തൊഴാനായിട്ടുള്ള യാത്രയിലാണ്. അതിനുവേണ്ടി എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടായിരിക്കണം. ഞാൻ മോഹനൻ, തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. ഞാൻ ജ്യോതിർലിംഗങ്ങൾ തൊഴാനായിട്ട് ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. ഞങ്ങൾ എല്ലാ ഭാവങ്ങളും നേരിടുന്നവരുടെ ഭഗവാനെ കാത്തുകൊള്ളുന്നത്. ഞാൻ രസമുള്ളൊരു കാര്യം പറയാം. ഇന്ന് നടന്നതാണ്. നിങ്ങളാരെങ്കിലും പത്മനാഭസ്വാമിയുടെ മേനി തുലാ പായസം എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ട് കാണത്തില്ല. അങ്ങനെ ഇന്ന് ഞങ്ങളുടെ യാത്രയുടെ ഭാഗമായിട്ട് ഭഗവാനൊരു മേനി തുലാ പായസം നടത്തുകയും അത് ഞങ്ങളുടെ ടീം തിരുവനന്തപുരത്തു നിന്ന് കൊണ്ടുവന്ന് ഒറ്റപ്പാലത്ത് ഞങ്ങൾ ജോയിൻ ചെയ്തപ്പോൾ തരികയും ഞങ്ങളെല്ലാം അത് കഴിക്കുകയും. ആരോടും പറയരുത്, ഭയങ്കര മധുരവതിന് എന്തൊരു സ്വാദമെന്നറിയോ നെയ്യുടെയൊക്കെ. അപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ പറയണോ, ഇങ്ങനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മേനി തുലാ പായസം ഉണ്ട്, അത് ഭയങ്കര സ്വാദാണ്. പറയുമോ? ആ, എനിക്കറിയാം, പറയൂ. പിന്നെ വേറെ ഉണ്ട് രസം. നിങ്ങളാരും തിരുവല്ലി പെരുമാളിൻ്റെ ഉണ്ണിയപ്പം കഴിച്ചിട്ടില്ലല്ലോ. അതും ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തി. അതിനും നല്ല നെയ്യുടെ മണവും സ്വാദുമാണ്. കൊതിയന്മാരിങ്ങനെ നോക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ കഥ പറഞ്ഞത് കൊടുക്കണോ? ആ, എന്നാൽ കൊടുക്കാം. ഇത് ഞാൻ കൊടുക്കത്തില്ല. എൻ്റെ കയ്യിലൊരു 10 എണ്ണം കൂടെ ബാക്കിയുണ്ട്. ഇതുപോലുള്ള രസങ്ങളുമായിട്ട് ഞങ്ങൾ ഇനിയും വരും. എന്താ? ഞാനും ദാമോദരൻ പിള്ള സ്വാമിയും ശശിധരൻ പിള്ളയും മോഹന സാറും കൂടി തിരുവനന്തപുരത്ത് നിന്ന് കയറി. അപ്പോൾ നമ്മുടെ മധുമോഹന സാറും പ്രകാശും കൂടി ഒറ്റപ്പാലത്ത് നിന്ന് കയറാമെന്നാണ് പറഞ്ഞിരുന്നത്. അവർ തിരുനെല്ലിയിൽ നിന്നാണെന്നല്ല വരുന്നത്. അപ്പോൾ ദാമോദരൻ പിള്ളയുടെ അടുത്ത് നമ്മുടെ പ്രകാശ് പത്മനാഭസ്വാമിയുടെ മേനി തുലാ പായസം വഴിപാട് നടത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രകാശിന് വേണ്ടിയിട്ട്, പ്രകാശിൻ്റെ വീട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് മേനി തുലാ പായസം പാക്ക് ചെയ്ത് വളരെ അതിൻ്റെ കണ്ടെയ്നറെല്ലാം വാങ്ങിച്ച് പാക്ക് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്തെന്ന് പറഞ്ഞാൽ, ഒറ്റപ്പാലത്ത് എത്തുമ്പോൾ ഈ പായസം വെളിയിലിറങ്ങുമ്പോൾ പ്രകാശിനെ കൊണ്ടുവന്ന ഡ്രൈവർ ഈ പായസം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോകും. മധുമോഹനൻ സാറും പ്രകാശും കൂടി വണ്ടിയിനകത്ത് കയറും. ഒപ്പം പ്രകാശിനെ കുറച്ച് ഹോമിയോ ഗുളികയും മറ്റ് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, അതുമായിട്ട് കൊടുക്കണമെന്നുള്ളത് ആയിരുന്നു ഇൻസ്ട്രക്ഷൻ തന്നിരുന്നത്. ഞങ്ങൾ ഒറ്റപ്പാലത്തെത്തി. ഗുളികയും മരുന്നുമെല്ലാമായിട്ട് ഞാനൊരു വശത്ത് നിൽപ്പുണ്ട്. മേനി തുലാ പായസമായിട്ട് ദാമോദരൻ പിള്ള മറ്റൊരു വശത്ത് നിൽപ്പുണ്ട്. ശശിധരൻ പിള്ള വേറൊരിടത്ത് ഇറങ്ങി നിൽപ്പുണ്ട്. ദാമോദരൻ പിള്ള നിൽപ്പുണ്ട്, ഞാനും നിൽപ്പുണ്ട്. ഇവിടെ മധുമോഹന സാറും പ്രകാശും എവിടെ നിൽപ്പുണ്ടെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഡ്രൈവർ ഒന്നെന്ന് പറയുന്നത് അതും ഞങ്ങൾക്കറിയില്ല. ആകെ കൂടി ടെൻഷൻ. ഞങ്ങൾക്ക് പൂനെയിൽ പോവുകയും വേണം. ടിക്കറ്റാണെങ്കിൽ മധുമോഹന സാറിൻ്റെ കയ്യിൽ. എന്ത് ചെയ്യും? വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇതാ വിടാൻ പോകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാനും പ്രകാശും, ഞാനും ദാമോദരൻ പിള്ളയും ശശിധരൻ പിള്ളയും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നു. അവർക്ക് രണ്ടുപേർക്കും ടെൻഷനില്ല, വന്നോ വന്നില്ലെന്ന് അറിഞ്ഞൂടാ. പ്രകാശിനെ വിളിച്ചപ്പോഴത്തേക്ക് ഫോൺ എടുക്കുന്നുമില്ല. ആ കൂടി ടെൻഷൻ. ഇവരിനി പൂനെ വരെ കാറ് പിടിച്ച് വന്നാലേ പറ്റുള്ളൂ, അല്ലാതെ നമ്മളെന്ത് ചെയ്യും? ഞങ്ങൾക്കാണെങ്കിൽ ടെൻഷൻ. അവസാനം ഞാൻ പിള്ളേരുടെ അടുത്ത് പറഞ്ഞു, ഇനിയിപ്പോൾ ഇവരെങ്ങനെ വരും? വണ്ടിയും പുറപ്പെട്ടു കഴിഞ്ഞു. വണ്ടിക്കകത്ത് കയറി, ഞങ്ങൾ രണ്ടുപേരും കയറി. എന്നിട്ട് ഞാൻ പിള്ളേരുടെ അടുത്ത് പറഞ്ഞു, എങ്ങനെ വരും അവർ? വണ്ടിയും പുറപ്പെട്ടു കഴിഞ്ഞു. ടിക്കറ്റ് ആണെങ്കിൽ മധുമോഹൻ സാറിൻ്റെ അടുത്ത്. നമുക്കിപ്പോൾ പൂനെ വരെ പോകാൻ പറ്റും, അത് കഴിഞ്ഞുള്ള ബാക്കി കാര്യം എന്ത് ചെയ്യും? അങ്ങനെ ഇരുന്നപ്പോഴാണ് ശശിധരൻ പിള്ള പറഞ്ഞത് പ്രകാശിനെ വിളിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എനിക്കും ഫോണും കിട്ടി. പ്രകാശ് പറഞ്ഞു, ഞാൻ വണ്ടിയിലുണ്ട്, അത്ര മാത്രം ഒരു ഇൻഫർമേഷൻ കിട്ടി. ശശിയും പറഞ്ഞു വണ്ടിക്കകത്തുണ്ട്, അവരവിടെ ഇവിടെ നിൽപ്പുണ്ടെന്ന്. അപ്പോഴൊരു മനസ്സമാധാനം. അപ്പോഴാണ് എന്തായിരുന്നാലും യാത്ര മുടങ്ങൂല എന്നുള്ളൊരു സമാധാനം. അങ്ങനെയല്ല, പൂനെയിൽ വരെ അവർക്ക് വരേണ്ടി വരില്ലല്ലോ. പൂനെയിൽ വരെ വണ്ടിയിൽ വരേണ്ടി വരില്ലല്ലോ ഒരു സമാധാനം കിട്ടിയത്. എന്തായാലും ഈ വണ്ടിയിൽ ഉണ്ടെന്നുള്ളൊരു സമാധാനമായി.
എന്തായിരുന്നാലും ഈ യാത്ര മംഗളകരമായിട്ട് പോകാൻ കഴിയുന്നുള്ളൊരു സമാധാനം അപ്പോഴാണ് കിട്ടിയത്. എങ്ങനെയുണ്ട് നമ്മുടെ യാത്രയുടെ രീതി? തുടക്കം ഇതാണ്. ഇതേ കക്ഷി തമല ശ്രീകുമാർ. ഞങ്ങൾ രണ്ടുപേരും കൂടെ KPSC ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് പോലെ എന്റെ ഉറ്റ ചങ്ങാതിയാണ്. അല്ല ശ്രീകുമാറെ, ഇപ്പോഴും ഉറ്റ ചങ്ങാതി. ഇപ്പോഴും ഉറ്റ. അല്ല ശ്രീകുമാറെ, ഈ അട്ട പിടിപ്പിച്ച ഇവിടെ ആയിരുന്നു. അതിന് ശേഷമാണ് ഈ ടെൻഷൻ തുടങ്ങിയത്. നല്ല ടെൻഷൻ ഉണ്ടാക്കിയ ആളാണിത്. അപ്പം ഇന്നത്തെ വിശേഷം ഇവിടെ അവസാനിക്കുന്നു. വിശേഷങ്ങളൊന്നും അവസാനിക്കുന്നില്ല. അപ്പം നാളെ വീണ്ടും കാണും വരെ നമസ്കാരം. ഗുഡ് നൈറ്റ്. ബൈ ബൈ.